ഈ സ്ഥലത്തിൻ്റെ പേര് ചടയമംഗലം എന്നാണ്, ജടായുമംഗലം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അറിയപ്പെടുന്നത് ചടയമംഗലം എന്നാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ജടായു സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോകുമ്പം ജടായു വന്ന് തടയുന്നതാണ്. അപ്പോൾ യുദ്ധം ഉണ്ടാവുന്നു. യുദ്ധം ഉണ്ടായിട്ട് ജടായുവിൻ്റെ ചിറക് വെട്ടി ഇവിടെ ഈ പാറയിലാണ്, ജടായു പാറ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ജടായുവിൻ്റെ ജീവൻ വന്ന് വീണത്. അപ്പോൾ സീതാദേവി ഒരു വരം കൊടുക്കും, ഭഗവാൻ ശ്രീരാമൻ വരുന്നവരെ ജടായുവിന് ജീവൻ നിലനിർത്തുമെന്നും അതുപോലെ തന്നെ ജടായുവിൻ്റെ വായിൽ നിന്നാണ് രാമൻ അറിയുന്നത് സീതാദേവി രാവണനാണ് കൊണ്ടുപോയെന്ന് അറിയുന്നതെന്നും ഒരു വരം കൊടുക്കും. അങ്ങനെ ജടായു ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പാറയിൽ തന്നെ കൊക്ക് കൊണ്ട് ഒരു കുളം നിർമ്മിക്കുക. അതിൻ്റെ പേര് കൊക്കരണി എന്നാണ്. അത് ഒരിക്കലും ഈ സമുദ്രനിരപ്പിൽ 1000 അടി ഉയരമുള്ള ഈ പാറയിൽ ഒരിക്കലും പറ്റാത്ത ഒരു കുളമുണ്ട്. അതുപോലെ തന്നെ രാമനോട് വരികയും ജടായു മോക്ഷം കൊടുത്തെന്ന് പറയുമ്പോൾ ഒറ്റക്കാലിൽ നിന്ന് ഇടതുകാലിൽ നിന്ന് വലതുകാലം ഉയർത്തി ഇടതുകാലിൽ നിന്നിട്ടാണ് മോക്ഷം കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ജടായുവിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ ഈ കൊക്കരണി, അതിൽ രാമൻ്റെ പാദമുണ്ട്. അപ്പോൾ രാമൻ്റെ പാദം എന്ന് പറയുന്നത് ഒറ്റക്കാലം ഇടതുകാലം മാത്രമുള്ള ഒരു ഇതാണത്. വിഷരൂപത്തിലുള്ള പാദമാണത്. ആകാശം മുട്ടേ വളർന്നിട്ടാണ് ജടായുവിന് ദർശനം കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അത് ഈ പാറയിൽ ഇപ്പോഴും അതുകൊണ്ട്. അതുപോലെ തന്നെ ഈ കൊക്കരണി എന്ന് പറഞ്ഞ കുളവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ 1972 പ്രാണപ്രതിഷ്ഠ സത്യാനന്ദ സരസ്വതി സ്വാമികൾ പ്രാണപ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രമാണ്. ഇത് 13 അടി ഉയരമുള്ള വിഗ്രഹമാണ്. കല്ലിൽ തീർത്ത വിഗ്രഹമാണ്. അത് 13 അടി ഭഗവാന്റെ ഒറിജിനൽ ഹൈറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് വടക്കോട്ടാണ് ദർശനം. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ജടായു പറഞ്ഞ സ്ഥലത്ത് ഭഗവാൻ നിന്ന അതേ സ്ഥാനത്താണ് അദ്ദേഹത്തിൻ്റെ 13 അടി ഉയരമുള്ള വിഗ്രഹം വെച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ 7 വർഷമായി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട്, പിന്നെ തൊട്ടടുത്തുള്ള പഞ്ചലോകത്തിൻ്റെ 2 വിഗ്രഹമുണ്ട് ഇവിടെ. അത് പഞ്ചലോകത്തിൻ്റെ വിഗ്രഹമാണ്. പഞ്ചലോകത്തിൻ്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അത് നിത്യപൂജ ചെയ്യുന്നതാണ്. ഈ 13 അടി ഉയരമുള്ള വിഗ്രഹത്തിൽ എല്ലാ ദിവസവും പൂജ ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് 7 വർഷമായിട്ടുള്ളൂ ഈ നമ്മൾ എല്ലാ ദിവസവും പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിഗ്രഹം കൂടി വെച്ചേക്കുന്നത്. ഇത് ടൂറിസം അല്ലെങ്കിൽ പോലും ടൂറിസമായിട്ട് അടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ്. ജടായു ടൂറിസമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ അനുവദിക്കും. പക്ഷേ ഇവിടെ പ്രധാന ദേവൻ എന്ന് വെച്ചാൽ കോദണ്ഡരാമൻ്റെ ഫോട്ടോയോ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ കോളോ ഒന്നും നമ്മൾ അനുവദിക്കുന്നതല്ല. ക്ഷേത്രത്തിൻ്റെ പൂജാ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ 12 മണി വരെയാണ്. 12 മണിക്ക് കഴിഞ്ഞാലും നമ്മൾ അമ്പലം പൂർണ്ണമായിട്ട് അടയ്ക്കുന്നതല്ല. അമ്പലം അടവാണ്, പക്ഷേ അമ്പലം ഗ്ലാസ് കൊണ്ടാണ് അടയ്ക്കുന്നത്. നമുക്ക് അത് ക്ലിയറായിട്ട് ഭഗവാനെ കാണാൻ പറ്റും. പിന്നെ 4:40 വീണ്ടും അമ്പലം തുറക്കുന്നത്. പിന്നെ 7 മണി വരെ അമ്പലം 6:30 ദീപാരാധന. അത് കഴിഞ്ഞ് 7 മണിക്ക് അമ്പലം ക്ലോസ് ചെയ്യുന്നതാണ്.